കേരളത്തിൻ്റെ ചരിത്രത്തിലും ബി ജെ പിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. സന്തോഷകരമായ ഒരു ദിവസമാണ്. 45 കൊല്ലം ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു 600 ലോക്കൽ ബോഡീസിൽ ഞങ്ങളുടെ BJP NDA സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് സത്യപ്രതിജ്ഞ എടുത്തു. ഒരു വളരെ സന്തോഷകരമായ ദിവസമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ ഉറപ്പ് തന്ന ഞങ്ങൾ വാഗ്ദാനങ്ങൾ മുമ്പോട്ട് വെച്ചതെല്ലാം ഞങ്ങളിപ്പോൾ തുടങ്ങും. ഞങ്ങളുടെ എല്ലാ കൗൺസിലേഴ്സും വാർഡ് തലത്തിൽ ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങും. 45 ദിവസത്തിൽ ഞങ്ങൾ നഗരത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് മുമ്പോട്ട് വെച്ച് പ്രധാനമന്ത്രി വന്നിട്ട് പ്രഖ്യാപിക്കും എന്ന് തന്ന വാഗ്ദാനം ഞങ്ങൾ ഉറപ്പാക്കി ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച ഈ BJP NDA എല്ലാ പ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. വോട്ടർമാർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ അവസരം നന്ദി പറയുന്നു. അത് 26-ാം തീയതി ഞങ്ങൾ പറയാം. ഈ തൃശ്ശൂർ മോഡൽ ഒരു വലിയ രീതിയിൽ വോട്ട് ചേർക്കുകയാണ് BJP സ്വാധീനമുള്ള മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഒന്നിപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, അത് ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. അത് എത്രയോ കാലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇന്നും ചെയ്യുന്നു. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. CPM-ഉം കോൺഗ്രസും എത്രയോ ലോക്കൽ ബോഡീസിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് ഞങ്ങളുടെ അടുത്തുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ട് മുമ്പോട്ട് വയ്ക്കും. ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസിൻ്റെ ഒരുമിച്ച് ഇരുന്ന് അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഞങ്ങളെ തോൽപ്പിക്കാനും ഞങ്ങളുടെ ഒരു ഗ്രോത്തിനെ എങ്ങനെയെങ്കിലും ബാധിക്കാം. അത് ഒളിച്ചു വയ്ക്കാനും അതിൻ്റെ ശ്രദ്ധ തിരിക്കാനാണ് ഓരോന്നും പറഞ്ഞത്. കൊടുങ്ങല്ലൂർ നോക്കൂ, ഞങ്ങൾ എത്രയോ ലോക്കൽ ബോഡീസ് ഞങ്ങൾ മുമ്പിൽ വയ്ക്കും. ഇതിൻ്റെ തെളിവ് CPM-ഉം കോൺഗ്രസും നന്നായി ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നന്നായി കോഓപ്പറേറ്റ് ചെയ്ത് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൽ 100% ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്. അത് ഞങ്ങൾ വരുന്ന ദിവസത്തിൽ മുമ്പിൽ വയ്ക്കും. ഇപ്പോൾ CPM കമ്മീഷൻ പരാതി നൽകിയിരിക്കുകയാണ്, നൽകാൻ പോവുകയാണ്. അവർ പറയുന്നത് BJP സ്വാധീനമുള്ള മേഖലയിൽ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വോട്ടർമാരെ കൂടുതൽ ചേർക്കുന്നു, അതിന് അസ്വാഭാവികമായി ചേർക്കുന്നു. തൃശ്ശൂരിൽ അത് വിജയിച്ചു, അത് തിരുവനന്തപുരത്തും ആ മോഡൽ BJP നടപ്പാക്കാൻ പോകുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ഇതിനിപ്പോൾ CPM പറയുന്ന ഓരോരോ നോൺസെൻസിന് എനിക്ക് മറുപടി പറയാൻ സമയമില്ല. ഇവർ എന്തെല്ലാം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോട്ടർമാർക്കറിയാം. ഡീലിമിറ്റേഷൻ ഒരു ഫ്രോഡായിട്ട് അവർ ചെയ്തു. വേണ്ടാത്ത വാർഡുകളെല്ലാം മാറ്റിവെച്ചു. BJP-ൻ്റെ കോട്ടകളെല്ലാം അവർ സ്പ്ലിറ്റ് ചെയ്തു. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. എന്തിനാണ് ജനങ്ങളെ വെട്ടിയാക്കുന്നത്? ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് വേണ്ടി അവർ ഈ ഓരോരോ വിവാദങ്ങൾ സൃഷ്ടിക്കും. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ വികസനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആക്കി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും ഓരോരോ ഇങ്ങനത്തെ വിവാദങ്ങൾ സൃഷ്ടിക്കും. അത് അവരുടെ തന്ത്രമാണ്.